എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് റിലേറ്റഡ് ടു. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ സെറ്റ്, ടൈപ്പ് 1 എറർ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ഇൻ എ സെറ്റ്, നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ഇൻ എ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ വിൽ അഫക്റ്റ് ദ പവർ ഓഫ് എ ടെസ്റ്റ് ഇഫ് ദ സൈസ് ഓഫ് ദ ടെസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ്? നമ്മുടെ സൈസ് റെഡ്യൂസ് ചെയ്താൽ അത് പവറിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് ഇൻക്രീസസ്, ഡിക്രീസസ്, നോട്ട് ചേഞ്ച്, ഓൾ ഓഫ് ദ എബവ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ. ഇത് നമുക്കൊരു എക്സാമ്പിളോടെ പറയുവാണെങ്കിൽ, ഇപ്പം ഞാനൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി, അതിനകത്ത് കൂടുതൽ മധുരമാണോ അല്ലെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ആണോ എന്നറിയാൻ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഉള്ളൊരു 40 കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തു. അപ്പം 40 കുട്ടികളിൽ ഒരു 35 കുട്ടികളും പറഞ്ഞത് അത് മധുരമാണെന്ന്. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺഫേം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോടെ പറയാം, അപ്പോൾ അതിന് സ്വീറ്റ് ആണെന്ന് പറയാം. എന്നാൽ ഞാനിത് കൊടുത്തത് വെറും 2 കുട്ടികൾക്ക്. അതിൽ ഒരാൾ പറഞ്ഞ് മധുരമാണെന്ന്, ഒരാൾ പറഞ്ഞ് ചെറിയൊരു കയ്പുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ സൈസ് റെഡ്യൂസ് ചെയ്തപ്പം പവർ കുറഞ്ഞു. എന്നാൽ ഞാൻ കൂടുതൽ 40 കുട്ടികളോട് ചോദിച്ചപ്പോഴോ അപ്പോൾ അതിനകത്തുനിന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ സൈസ് കൂട്ടിയപ്പം പവർ കൂടി, സൈസ് കുറഞ്ഞപ്പോഴോ ക്ലാരിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പവർ കുറഞ്ഞു. അങ്ങനെ ഓർത്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.